ഒരു +1 +2 പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൂടെ തന്നെ മാരകമായ ഒരു രോഗം വന്നെങ്കിലും ചികിത്സകളിലൂടെ ആ രോഗം പൂർണ്ണമായി തന്നെ ഭേദമായി എന്ന് പറയാനാവും. പക്ഷേ എങ്കിൽ പോലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു പക്ഷേ മരണം സംഭവിച്ചേക്കാവുന്ന ഒരു അസുഖത്തിൻ്റെ മുന്നിൽ നിന്നതിൻ്റെ ആ ഒരു അസ്വസ്ഥത, ആ ഒരു പ്രയാസം, ജീവിതത്തിൽ അത്തരമൊരു പ്രായമുള്ള ഒരു കുട്ടിയിൽ നിന്നുണ്ടാവേണ്ട ഒരു കാര്യത്തിനും ആ കുട്ടിക്ക് കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ, പഠിക്കാൻ കഴിയാത്ത, ഉറങ്ങാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, കുടുംബത്തിൽ ഇടപഴകാൻ കഴിയാത്ത, ജീവിതം അങ്ങ് നിലച്ചു പോയപ്പോൾ ആ രോഗം വന്നത് സമയം വരെ ഉള്ള ജീവിതം പിന്നെ മുന്നോട്ട് പോകുന്നില്ല. ഒരുപക്ഷെ ജീവിത പ്രതിസന്ധികൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും തളർത്തിക്കളഞ്ഞേക്കും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ ഓർമ്മ വരേണ്ട ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായും അതപ്പോൾ ഓർമ്മിപ്പിച്ചു തരാനോ പറഞ്ഞു തരാനോ നമുക്ക് ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, ജീവിതത്തിൽ ഇങ്ങനത്തെ അസ്വസ്ഥതകളുമായി മുന്നോട്ട് പോകുമ്പോൾ വെറുതെ അനാവശ്യമായി മനസ്സിനൊരു ഭാരം കൊടുത്ത് മനസ്സിനെ തളർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളും പ്രവർത്തനങ്ങളും ഉപജീവന മാർഗങ്ങളും നിന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയും അങ്ങനത്തെ ഒരു ശക്തിയും നമുക്ക് നൽകാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും ഇസ്ലാമികമായ നമ്മുടെ അറിവുകളെല്ലാം അതിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഏതൊരു പ്രശ്നം നമുക്ക് വരികയാണെങ്കിലും അതിന് ഭൗതികമായ ചില പരിഹാരങ്ങളുണ്ടായി. പക്ഷെ ആ പരിഹാരങ്ങളെ ശരിയായി അന്വേഷിച്ച് അതെങ്ങനെ വേണോ അതങ്ങനെ നമ്മൾ ചെയ്യണം. ഒരു അസുഖമാണ്, അത് ജീവിതത്തിൽ വരുന്നൊരു പ്രതിസന്ധിയാണല്ലോ. അപ്പോൾ അസുഖം വന്നു, എല്ലാവർക്കും വരാം. മനുഷ്യന്മാർക്ക് തന്നെയല്ലേ ഇപ്പോൾ ഈ മാരകമായ രോഗങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു രോഗവും അള്ളാഹു വെച്ചിട്ടില്ല, അതിനൊരു മരുന്നുണ്ട്. ഒരുപക്ഷെ ആ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടില്ലായിരിക്കും. പക്ഷെ ചികിത്സകളിലൂടെ രോഗങ്ങളിൽ നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും. എന്നാൽ എല്ലാം ചികിത്സിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. വാർദ്ധക്യത്തിന് എന്താണ് ചികിത്സ? വാർദ്ധക്യത്തിനൊരു ചികിത്സ. വാർദ്ധക്യമാകുമ്പോൾ ഒരാൾക്ക് വ്യത്യസ്തമായ പ്രയാസങ്ങൾ, രോഗങ്ങളായി വരും. അത് വാർദ്ധക്യം എന്ന കാരണം കൊണ്ടാണ്. അത് ഉൾക്കൊള്ളല്ലാതെ അതിനൊരു പരിഹാരം തേടി നടക്കുന്നത് ചിലപ്പോൾ വഴി ഉണ്ടായിക്കോളുന്നില്ല. എന്തുണ്ടോ, കടമുണ്ടോ, അത് വീട്ടാനൊരു മാർഗം ഉണ്ടാവും. നമ്മൾ വീടെങ്കിലും വിൽക്കാൻ, കടക്കാരനായി ജീവിക്കാൻ. പക്ഷെ പലപ്പോഴും നമുക്ക് കഴിയാവുന്ന പരിഹാരങ്ങൾ ചെയ്യാതെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. സാമ്പത്തിക പ്രതിസന്ധിയാണ്, കിട്ടുന്നൊരു ജോലി ചെയ്യണം. ചെറിയൊരു ജോലി, പിന്നെ 2 ലക്ഷം 3 ലക്ഷം കിട്ടിയ ആളെ കാരണം. പക്ഷെ ഇപ്പോൾ 500 റുപ്യേൻ്റെ പണിയെടുത്താൽ സമാധാനത്തോടെ വൈകുന്നേരം കടന്നുറങ്ങാൻ പറ്റും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന മിക്കവാറും പ്രതിസന്ധികളുമായി വരുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്യണം. കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, ഭാര്യയ്ക്കൊരു പ്രശ്നമുണ്ട്, ഭർത്താവിനൊരു പ്രശ്നമുണ്ട്, അതൊന്ന് ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതക്രമങ്ങളിൽ മാറ്റം വരുത്തിയാൽ ഇത് പരിഹരിക്കോ എന്ന് അന്വേഷിക്കാൻ പോലും ചില ആളുകളുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു സാധ്യത തന്നെ ഇല്ല എന്നാണ്. ഇതിങ്ങനെ പോവുക, ഇല്ലെങ്കിൽ പിരിയ, ഇല്ലെങ്കിൽ തല്ലുക, ഇതല്ലാത്തൊരു പരിഹാരമില്ല. എല്ലായിടത്തും ഉണ്ടൊരു പരിഹാരത്തിൻ്റെ വഴി. പക്ഷെ അത് ചെയ്യാതെ ഇതിനൊന്നും മാർഗമില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലി, നിങ്ങൾ അള്ളാഹുവിൽ ഒരു കാര്യം ഏൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് പക്ഷിക്ക് ഭക്ഷണം കിട്ടുന്ന പോലെ കിട്ടുമെന്നാണ്. നിങ്ങൾക്കത് പരിഹരിച്ചിരിക്കുമെന്നാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അത് പരിഹരിച്ചിരിക്കുമെന്നാണ്. ലൗ ഹഖഖ്തും മഅന തവക്കുൽ അലല്ലാഹ്, ശരിക്കും തവക്കുലിന്റെ അർത്ഥപ്രകാരം നിങ്ങളത് സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ, വഅതമത്തും അലൈഹി ബിസിദ്ഖിൻ, ശരിക്കും നിങ്ങൾ അല്ലാഹുവിനെ അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, വഅഖദ്തും ബിമാ തയസ്സറ ലക്കും മിൻ അസ്ബാബ്, ആ പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങളിൽ നിന്നുണ്ടാവേണ്ട കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്നിട്ടാണ് നിങ്ങൾ അല്ലാഹ്ക്ക് വിട്ടുകൊടുത്തതെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഉറങ്ങാതെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ബഹുഭൂരിഭാഗം പ്രശ്നത്തിലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടില്ല. അതിനെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. എന്നിട്ട് പിന്നെ പരിഹരിക്കണമെങ്കിൽ, അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള ഭാഗം നമ്മൾ ചെയ്താലും ഒരുപക്ഷെ പരിഹരിക്കപ്പെടാതിരിക്കാം. ഞാൻ നേരത്തെ തന്നെ ഉദാഹരണം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ രോഗത്തിനും മരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ലൽ ഹറം, വാർദ്ധക്യത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞില്ല. പരിഹരിക്കപ്പെടാതിരിക്കാം, ഒരുപക്ഷെ ഭാഗികമായി പരിഹരിക്കപ്പെടാതെ അപ്പോഴും അവിടെ കിടക്കാം.
അതിനുള്ള പരിഹാരം എന്താണ് സുഹൃത്തുക്കളെ? നമുക്ക് എന്താണോ പ്രശ്നം അത് നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് രണ്ട് കണ്ണുമില്ലേ, ഞാനൊരു അന്ധനാണെന്ന് മനസ്സിനെ സമ്മതിപ്പിക്കുക. എനിക്ക് മരണം വരെ മാറാത്തൊരസുഖം വന്നോ എങ്കിൽ അങ്ങനത്തെ ഒരു അസുഖം എനിക്ക് വന്നിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുക. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്താ ചെയ്യാറ്? നിങ്ങൾ നാളെ മറ്റന്നാളോ മരിക്കുന്ന ഉറപ്പുള്ള ആളോടും ആ മാരകമായ രോഗത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ പറയില്ല. എന്താ പറയാത്തത്? അത് ഉൾക്കൊള്ളാൻ അയാളുടെ മനസ്സിന് പറ്റൂല. ചിലപ്പോൾ അത് കേട്ടിട്ട് അയാൾ മരിക്കും. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളായി കിടക്കാനുള്ള കാരണം. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ ഒന്നുണ്ട്, വലിയ നിലക്ക് സമ്പത്ത് പോയിരുന്നു, അത് കച്ചവടം തകർന്നു, അത് തകരാൻ ഒരു സാഹചര്യമുണ്ട്, അത് ഉൾക്കൊള്ളുക. എനിക്കൊരു അസുഖം വന്നു, അത് വരാനൊരു സാഹചര്യമുണ്ട്, അത് ഞാൻ ഉൾക്കൊള്ളുന്നില്ല. അതല്ലാതെ അതെന്തുകൊണ്ടാണ്? സ്വാഭാവികമായും നമ്മൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇവിടുത്തെ നമ്മുടെ സങ്കല്പം എന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ആയത്താണ് ഞാൻ നേരത്തെ ഓതിയത്, സൂറത്ത് മുഹമ്മദിൽ നിന്ന്. മതലുൽ ജന്നത്തില്ലതി വുഇദൽ മുത്തഖൂൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അള്ളാഹ് നിശ്ചയിച്ച സ്വർഗത്തെക്കുറിച്ച് അള്ളാഹ് പറയാൻ. ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. പകർച്ചയില്ലാത്ത വെള്ളം. വെള്ളം നല്ല പറഞ്ഞു. വെള്ളം എന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും? അതിനെക്കുറിച്ച് അതിൻ്റെ ചില തകരാറുകൾ ഓർമ്മ വരും. അപ്പൊ അള്ളാഹ് അവിടെ തിരുത്തി, സ്വർഗത്തിലെ വെള്ളത്തിന് നിങ്ങൾ വിചാരിക്കുന്ന തകരാറില്ല. സ്വർഗത്തിൽ പാലിന്റെ അരുവിയുണ്ട്. അപ്പൊ പാലിങ്ങനെ പുഴയിലൂടെ ഒഴുകാറിനാൽ പിന്നെ പാലെന്തായിരിക്കും? ലം യതഗയ്യർ ത്വഅമുഹു. അതിന്റെ രുചിക്കോ നിറത്തിനോ ഒരു വ്യത്യാസവും വരാത്ത പാൽ. അതാണ് സ്വർഗത്തിലേതെല്ലാം സവിശേഷമാണ്, അത് പൂർണ്ണമാണ്, അത് സമ്പന്നമാണ്. അപ്പൊ ഈ ലോകം ഇവിടെ എന്ത് നമുക്ക് കിട്ടിയാലും, നമ്മൾ തന്നെ പ്ലാൻ വരച്ചുണ്ടാക്കിയ വീടാണെങ്കിലും 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ആ പ്ലാൻ ശരിയായിട്ടില്ല. ദുനിയാവും നമ്മൾ ആലോചിക്കണ എല്ലാ കാര്യങ്ങളിലും ആലോചിക്കാൻ എന്തോ ഉണ്ട്. ആലോചിക്കാനില്ലാത്ത ഒരു വിഷയവും മനുഷ്യന്റെ മുന്നിലില്ല. ആലോചിക്കാൻ തീരുമാനിച്ചാൽ എല്ലാവർക്കും ടെൻഷൻ അടിക്കാന്നാ പറഞ്ഞു. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊന്ന് സമ്മതിക്കണം. അള്ളാഹു വല നബുലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന്. അപ്പൊ എനിക്കുള്ളതാവില്ല നിങ്ങൾക്കുണ്ടാവുക, നിങ്ങൾക്കുണ്ടായി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അടുത്തിരിക്കുന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ക്യാൻസർ ഉണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ, ഓ നീ എന്തൊരു ഭാഗ്യവാൻ. അയാൾക്ക് അതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം എന്താ അറിയോ? അള്ളാഹു തൻ്റെ ദാസന്മാരിൽ സ്വീകരിക്കുന്ന ഒരു നടപടിക്രമമാണ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലുമൊക്കെ കുറവുകൾ മനുഷ്യനുണ്ടാവും. ഇൻ്റെത് ഇതാണ് എന്ന് വിചാരിക്കുക, ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള വഴിയാണ് സുഹൃത്തുക്കൾ. മരണം ഏകദേശം മുന്നിൽ കണ്ട് കിടക്കുന്ന ഒരാളോട് പറഞ്ഞു, ഈ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം പരലോകത്ത്, ഇന്ന് ഈ കിടത്തം, ഉതപ്പ് പോലും ദേഹത്തുനിന്ന് മാറ്റിയിടാൻ കൈപൊന്താത്ത ഈ കിടത്തണ്ടല്ലോ, ഓർമ്മയുള്ള ഈ കിടത്തം, ഈ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ആയുസ്സിൽ ഒരു ദിവസം പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് പരലോകത്തേക്ക് വേണ്ടി ഉണ്ടാകാം. അല്ല, യുവത്വത്തിൽ ഓടി നടക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന കൂലി പരലോകത്തേക്ക് വേണ്ടി അന്ന് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താ? ഓടി നടക്കുമ്പോൾ പല പരിപാടി ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ആ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഉണർന്ന് കിടക്കുമ്പോൾ എല്ലാം റബ്ബിനെ കുറിച്ച് ആലോചിച്ച് പാപമോചനം തേടി കിടക്കണം. ഇനി കൂലിയിട്ടാക്കും. ഇതുവരെ പള്ളിയിൽ പോയവന് ആ പള്ളിയിൽ പോയ കൂലിയൊക്കെ കിട്ടും, ഇതുവരെ ജമാഅത്തിന് പോയവന് ആ ജമാഅത്തിന് പോയ കൂലിയൊക്കെ ആ മരുന്ന് കിടക്കുമ്പോൾ കിട്ടും. അപ്പോൾ മരിക്കാതെ കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന ഈ ഒരു ദിവസം നാളെ പരലോകത്ത് വലിയ സമ്പത്ത് വരും. അതാണ് വബശ്ശിരി സ്വാബിരീൻ. വബശ്ശിരി സ്വാബിരീൻ, സഹിച്ചു കിടക്കുന്നവരോട്, ക്ഷമിക്കുന്നവരോട്, സഹനമുള്ളവരോട് സന്തോഷ വാർത്ത അറിയിക്കുക. ഇപ്പോൾ ഉൾക്കൊള്ളുക. എനിക്ക് കൊണ്ടെടുക്കാൻ ഒരു ഇടങ്ങേറ് പടച്ചോൻ തന്നാൽ, എനിക്ക് കൊണ്ടെടുക്കാൻ തന്ന ഇടങ്ങേറ് കൊണ്ടാണ് എൻ്റെ പരലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉൾക്കൊള്ളും. രോഗാണെങ്കിൽ ഉൾക്കൊള്ളും, വൈകല്യമാണെങ്കിൽ ഉൾക്കൊള്ളും, കാല് വിട്ടുന്ന താഴെ മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളും. കാരണം ആ കാല് ഉണ്ടാവുന്നതിനേക്കാളും വലിയ കൂലി നാളെ കിട്ടുമെന്ന് മനസ്സ് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ ഉൾക്കൊള്ളാൻ എന്താണ് സുഹൃത്തുക്കളെ പ്രയാസം? പിന്നെ പലപ്പോഴും ആളുകൾക്ക് ചില പ്രതിസന്ധി വരുമ്പോൾ അവർ പിന്നെ നിസ്കാരമൊക്കെ നിർത്തി, എന്താ ഇപ്പം ഇതൊക്കെ ചെയ്തിട്ട് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് അവർ ഉൾക്കൊള്ളാത്തവരാണ്. എന്താണ് ഉൾക്കൊള്ളുക? ഇന്ന ഇളമൽ ജസാ മഅ ഇളമിൽ ബലാ. അള്ളാഹ്ക്ക് വലിയൊരു കൂലി നമ്മക്ക് തരണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, കണക്കില്ലാത്ത ഒരു പ്രതിഫലം തരണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, സ്വർഗത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഈ ദുനിയാവുന്ന് നല്ലൊരു പരീക്ഷണം തന്ന് നന്നായി പരീക്ഷിച്ച് കഷ്ടപ്പെടുത്തിയാലേ ആ പ്രതിഫലം തരാൻ പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്നിനാണ് അള്ളാഹ് തന്നതെങ്കിൽ
നമ്മളത് ഏറ്റെടുക്കണ്ടേ? ഇതാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹു, ഒരു കൗമിനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിച്ചിരിക്കും. ഫമൻ റളിയ ഫലഹു റിദ, അള്ളാഹ് തന്ന പരീക്ഷണത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ, ഉൾക്കൊണ്ടാൽ, ഫലഹു റിദ, അവന് തൃപ്തിയുണ്ട്. വമൻ സഖിത ഫലഹു സുഖ്ത്, അള്ളാഹിനോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാലോ അവന് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും എന്നാണ് പറയുന്നത്. മറ്റൊന്നെന്താണ് സുഹൃത്തുക്കളെ? ഒന്ന് ഉൾക്കൊള്ളും. ആദ്യത്തെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തത് ഉൾക്കൊള്ള. മൂന്നാമത്തത് എന്താ അറിയും? മൂന്നാമത്തെ കാര്യം, നമ്മുടെ കുറവിനെ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കും. ഈ ഫതുഹുൽ ബാരി എന്ന് പറയുന്ന ബുഖാരിൻ്റെ ഒരു ഷറഹ്, അതിന് ഏകദേശം 15 വാളിയുണ്ട്, ചിലതിലൊക്കെ 18 വാളിയുണ്ട്. 15 വാളി എന്ന് പറഞ്ഞാൽ എത്ര വലിയ കിതാബാണ്! ബുഖാരിൻ്റെ മൊത്തം ഷറഹാണ്. ഏത് ചെറുപ്പത്തിൽ കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ കണ്ണുപോയ ആളാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. കണ്ണുപോയി, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. ഇന്ന് ലോകത്തെ ഇന്നത്തെ അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഈ 15 വാള്യം ഫതുഹുൽ ബാരിയിൽ അടിയിലും അദ്ദേഹം തഅലീഖ് അത് വായിച്ച് കുറിപ്പ് എഴുതിയിട്ട്, ചില ആൾക്കാർ മതത്തിൻ്റെ മനപ്പാടാണ്. കണ്ണുപോയ ആൾ, എൻ്റെ കണ്ണുപോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കണ്ണുള്ളവർക്ക് നേടാൻ പറ്റാത്തത് നേടി. അതാണ് വെല്ലുവിളി. എന്ത് തകരാറാണോ പഠിച്ചോ നമുക്ക് തന്നത്, അതിനെ ഒരു ചാലഞ്ചായി, ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചിട്ട് ആ വൈകല്യത്തെ മറികടക്കുന്ന ജീവിതം. അതാണ് അല്ലെ, കണ്ണുകൊണ്ടൊരാൾക്ക് നേടാൻ കഴിയാത്തതാണ് അദ്ദേഹം നേടിയത്. കണ്ണില്ലാതെ വലിയ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അസുഖമായിരുന്നു ചെറുപ്പത്താണ്, നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, നടന്നു എന്നവൻ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ കുറവുകളെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച്, വാർദ്ധക്യത്തെ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കും. എനിക്ക് വയസ്സായിട്ടുണ്ടെങ്കിലും ഇന്റെ കാര്യമൊക്കെ ഞാൻ ചെയ്തു പോകും എന്ന് വിചാരിക്കുന്നവന് വാർദ്ധക്യം തടസ്സമല്ല. എന്നാൽ എനിക്ക് മക്കളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പിടിച്ചോട്ടെ, കൊടുന്നോട്ടെ, വാരി തന്നോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിലോ അയാൾക്ക് ജീവിതം എന്തൊരു ദുരിതമായിരിക്കും. എനിക്ക് വാർദ്ധക്യം വിടും, ഇന്നലെ ചുമരുമ്പ് പിടിച്ച് എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റും എന്നതൊരു വെല്ലുവിളിയായി അയാൾ സ്വീകരിച്ചാൽ അയാൾക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റും. എന്താണോ നമ്മുടെ കുറവ്, ആ കുറവിനെ ഒരു ചാലഞ്ചായി, ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അങ്ങനത്തെ വരെയാണ് വിജയിച്ച് കാണുന്നത്. മറ്റൊന്നുണ്ട് സുഹൃത്തുക്കളെ, ഒരു സുഖം കിട്ടില്ല കേട്ടോ, എല്ലാവരും മനസ്സിലായി, ഒരു സുഖം കിട്ടില്ല. നമ്മൾക്ക് ദുനിയാവാണെങ്കിലും ആഖിറാണെങ്കിലും അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തോന്നണം. നേരം വെളുത്തിട്ട് ഒന്നിനാത്രം പോകുന്നൊരു മനുഷ്യത്തെ, ചെറുപ്പക്കാരൊക്കെ അങ്ങനെ 28-20 വയസ്സും മൊബൈൽ ഇങ്ങനെ കളിച്ചിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എമ്മ തരുന്ന ചോറും തിന്ന് നിന്നാൽ ഓനെന്തെങ്കിലും സമാധാനം ഉണ്ടാവും? ഒരു ദിവസം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് 500 ഉറുപ്പ്യ ഉണ്ടാക്കി, ഞാൻ ഇന്നൊരു അധ്വാനം ചെയ്തു എന്ന് തോന്നാത്ത ഒരുത്തനും സമാധാനം ഉണ്ടാവില്ല. ഓൻ എന്ത് ഏസിട്ടിരുന്നിട്ടും ഫാൻ എത്ര സ്പീഡ് ഇറങ്ങിയിട്ടും എന്ത് നല്ല ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല. എൻ്റെ ഇന്നത്തെ ദിവസം വെറുതെ ആയില്ലെന്ന് മനസ്സിന് തോന്നണം. പരലോകത്തും അങ്ങനെയാണ്. ഇന്നൊരു വക്തും പള്ളി കയറാത്തോന് എന്ത് സമാധാന സുഹൃത്തുക്കളെ വൈകുന്നേരം ഉണ്ടാവുക? പടച്ചോൻ ആയുസിലൊരു ദിവസം തന്നിട്ട് ഒരു വക്ത് ഞാൻ പള്ളി കയറിയിട്ടില്ല എന്ന് മനസ്സാക്ഷി പറഞ്ഞാൽ രാത്രി ഈമാനുള്ളവന് കടന്നുറങ്ങാൻ പറ്റൂ? അള്ളാഹു ഇത്തരം സുന്ദരമായ കാഴ്ചയും ആരോഗ്യവും തന്നിട്ട് മൊബൈൽ അശ്ലീലവും കണ്ടാണ് ഇന്നത്തെ 1.5 മണിക്കൂർ പോയതെന്ന് പറഞ്ഞാൽ അവൻ എന്ത് സമാധാനം കിട്ടും? ജീവിതം ഒഴുകണം. വയസ്സിങ്ങനെ ആകുമ്പോൾ തോന്നണല്ലോ, 40ാമത്തെ വയസ്സത്തിനേക്കാളും കുറച്ചും കൂടി ഞാൻ നന്നായിക്കണം 50 വയസ്സായപ്പോൾ എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അന്നത്തെക്കാൾ എത്രയാണോ മോശമെന്ന് മനസ്സ് പറഞ്ഞാൽ മുന്നോട്ട് പോകണം. ദുനിയാവിലും ആഖിറത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം സുഹൃത്തുക്കളെ. മാത്രമല്ല, അടുത്തൊന്നുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് മനസ്സ് കയറിയാൽ പോലും നമുക്ക് സമാധാനം കിട്ടും. അടുത്തത് എന്താ അറിയോ? ഞാനെല്ലാം പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രോഗമല്ലേ, ഞാൻ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട്, പടച്ചോൻ എങ്ങനെ ഒരു അസുഖമുണ്ട് മാറ്റിത്തരണേ, ഇനി പടച്ചോൻ തീരുമാനിക്കട്ടെ. മരുന്നൊക്കെ കുടിക്കണ്ടല്ലോ, പടച്ചോൻ തീരുമാനിക്കും. പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവോട് പറഞ്ഞവന് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു എന്താണ്? അള്ളാഹുവിന് ലജ്ജയുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു പിന്നെ മാന്യനാണ്, ഔദാര്യവാനാണ്. ഒരാൾ കൈ ഇങ്ങനെ ഉയർത്തിയാൽ അള്ളാന്റെ അടുത്തേക്ക് കൈ ഉയർത്തിയിട്ട് അള്ളാഹ് കൈ വെറുതെ പറഞ്ഞേക്കാൻ അള്ളാഹ്ക്ക് പറ്റൂല. അവിടെ അള്ളാഹ് തരും സുഹൃത്തുക്കളെ. അപ്പൊ എന്താ പ്രശ്നം? പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലിനൊരു മറുപടി കിട്ടും എന്ന പ്രതീക്ഷ ചെറിയ പ്രതീക്ഷയല്ല. മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാൻ യോഗ്യതല്ല. പ്രതീക്ഷയെക്കാളും അപ്പുറത്ത് എന്താണ്? പരിഹാരത്തെ പോലെയാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞത്. രോഗം മാറുന്നത് പോലെയാണ് മാറുമെന്ന വിചാരം. രോഗം മാറിയതുപോലെയാണ് മാറുമെന്ന വിചാരം. എനിക്കൊരു വീടുണ്ടാകും എന്നത് വീടുള്ളതുപോലെയാണ്. അപ്പൊ പ്രതീക്ഷ, ഏറ്റവും വലിയ പ്രതീക്ഷ എന്താ? പടച്ചോനോട് പറഞ്ഞാൽ പടച്ചോൻ നിറവേറും. കാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും,
ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒന്നും കൂടി. ഇതൊന്നും ആലോചിച്ചിട്ട് സമാധാനം കിട്ടില്ലെങ്കിൽ അവസാനം നമുക്ക് ആലോചിക്കാനുള്ളത് എന്തായാലും ഈ ഒരു ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത്, ജീവിതത്തിൻ്റെ അപൂർണതകളെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത്, ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത്. എങ്കിൽ സുഹൃത്തുക്കൾ ആലോചിക്കാം, നമ്മളൊക്കെ മരിക്കും, എല്ലാവരും മരിക്കും. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ പള്ളിയിൽ ജുമാക്ക് കൂടി ഞാൻ നിങ്ങളൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. നമ്മൾ മരിച്ചു പോകുക എന്നുള്ളത് എന്താ അറിയൂ, ഈ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന, പ്രതീക്ഷിക്കുന്ന, നഷ്ടങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്ന ഈ ഒരു ജീവിതം ഇത് നശ്വരമാണ്, നശിച്ചു തീരാനുള്ളതാണ്. എന്തിനാണത് നശിക്കുന്നത്? വജഅലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. ഈ ദുനിയാവ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ലോകമാണ്, നിരന്തര പ്രതിസന്ധികളെയും പ്രയാസങ്ങളുടെയും ഒരു ജീവിതമാണ്. നമ്മൾ അറിയാതെ പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകണം, വിശ്രമിക്കാൻ പോകണം. ആ വിശ്രമം മരണമാണ്. നല്ലൊരു മരണം സാധ്യമാകുമെങ്കിൽ ജീവിതത്തിലുള്ള ഒരു നഷ്ടങ്ങളും നഷ്ടങ്ങളല്ല, ഒരു കുറവുകളും കുറവുകളല്ല, ഒരു പരാജയങ്ങളും പരാജയമല്ല. അതുകൊണ്ട് നല്ലൊരു മരണം, ഹുസ്നുൽ ഖാത്തിമ, നല്ലൊരു പര്യവസാനം ജീവിതത്തിൽ ഉണ്ടാകും. അതെന്തായാലും ഒരു നാൾ സംഭവിക്കും. അന്നു ഞാൻ മോചിതനാകും. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഏറ്റവും സന്തോഷകരമായ ഒരു യാത്രയാണ് സത്യവിശ്വാസിക്ക് മരണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ അള്ളാഹും റസൂലും പറഞ്ഞു തന്ന ആശയങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോഴും അനാവശ്യമായി ടെൻഷൻ അടിക്കുന്നതിന് അർത്ഥമല്ല. ഒരു പരിധിവരെ ഇന്ന് ഒരു പ്രശ്നവുമില്ലാത്തവർക്കും ടെൻഷനാണ്. അതിൻ്റെ കാര്യം എന്താ നിങ്ങൾ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങൾ നിന്ന് അവഗണിക്കണം. അനാവശ്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു സമാധാനം കിട്ടും. എന്താ അനാവശ്യം ചെയ്യാറുണ്ടാൽ അല്ലേ? ഇന്ന് നിങ്ങൾ മൊബൈൽ എത്ര മണിക്കൂർ ഉപയോഗിച്ചു? മൊബൈലിൽ നോക്കിയാൽ കിട്ടും. എത്ര സമയം നെറ്റ് ഉപയോഗിച്ചു? എന്തിനാണ് ഉപയോഗിച്ചത്? എന്തെങ്കിലും ഒരു പ്രയോജനം ആ നോട്ടം കൊണ്ടുണ്ടായോ? നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു പൈസ കൂടാൻ അത് പറ്റും. നിങ്ങളുടെ ദീനി രംഗത്തെ ദഅവത്തിൽ ഒരു ചെറിയ കാര്യം ചെയ്യാൻ ഒന്നുമില്ല. വെറുതെ എന്താ കാണുന്നു കൂടി അറിയും, എന്താ നോക്കണമെന്ന് കൂടി അറിയും. എവിടെയെങ്കിലും ഇരിക്കുക, പണിക്ക് കൂലി വാങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞിരുന്നിട്ട് മൊബൈൽ നോക്കുക, എവിടെയെങ്കിലുമൊക്കെ. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചപ്പ് ചവറുകളെ വാരിയിട്ട് മനസ്സിനെ മലിനമാക്കി അസ്വസ്ഥമാക്കി അസ്വസ്ഥതകളെ വിലക്ക് വാങ്ങുന്നവരുണ്ട്. അവർക്കൊക്കെ എന്ത് സമാധാനം കിട്ടാൻ? ഒരു രണ്ടാഴ്ചത്തൊക്കെ ഓഫാക്കിട്ടാൽ തന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആകും, മനസ്സ് സമാധാനമാണ്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി, ലഘുവിനല്ലാതെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം നീക്കിവെക്കാതെ ജീവിക്കുമ്പോൾ തന്നെ മനസ്സമാധാനം ഉണ്ടാകും. ഇസ്ലാം അത് സമാധാനത്തിന് വേണ്ടിയാണ്, വിശ്വാസം അത് സമാധാനത്തിനും നിർഭയത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശരിയായ സമാധാനം ഉൾക്കൊള്ളുവാനും ഇത്തരം സമാധാനത്തിൻ്റെ സന്ദേശങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ദീനിലൂടെ ആശ്വാസവും സമാധാനവും ഉള്ളൊരു ജീവിതം അള്ളാഹു ഈ ലോകത്തും നമുക്കെല്ലാവർക്കും സാധ്യമാക്കി തരും.